2, 3 ദിവസമായിട്ട് നമുക്കിവിടെ നിർത്താണ്ട് മഴ പെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അടമാസരം കുറച്ച് മീൻ കൊണ്ടുവന്നപ്പോൾ മഴ കുറച്ച് മാറുന്ന സമയത്ത് ഞാൻ വേഗം തന്നെ മീനെല്ലാം മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടാ. കുറച്ച് മത്തിയും വേളൂരിയും കുഞ്ഞിച്ചെമ്മീനാട്ടോ ഉണ്ടായത്. അപ്പോൾ വേഗം തന്നെ മീനൊക്കെ മുറിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. കാരണം കറിയൊക്കെ ഉണ്ടായിരുന്നു വെച്ചത് ഇന്നലെ. ഇപ്പോൾ ഇത് രാവിലെ എണീച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇതാ മഴ തീരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് വേഗം തന്നെ ചായയൊക്കെ കുടിച്ച ശേഷം ചോറിനായിട്ട് വെള്ളം വെക്കാലോ വിചാരിക്കുമ്പോഴത്തേക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ അടുത്ത്. അങ്ങനെ വേഗം പോയി കിണറ്റുന്ന ഒരു പാനി വെള്ളം എടുത്തിട്ട് വന്ന് വേഗം ചോറിന്റെ വെള്ളവും വെച്ച് വേഗം തന്നെ കുറച്ച് തേങ്ങയും ചിരകി എടുത്ത് കുറച്ച് വെളുത്തേരാണ്ടെന്ന് അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പച്ചക്കറികളൊക്കെ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീൻകറിക്ക് നമ്മളെ കൊയക്ക ഉപ്പേരായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചു. മീൻകറി ഇന്ന് മുളകിട്ട് തിളപ്പിക്കാൻ ആട്ടാ വിചാരിച്ചത്. അപ്പോൾ മീൻകറിയും കൊയക്ക ഉപ്പേരും ഗ്യാസിൽ തീ വെച്ച ഞാൻ കുറച്ച് മത്തി എടുത്തിട്ട് മുളകിട്ട് നല്ല പാങ്ങിൽ പെരക്കി വെച്ചു കൂട്ടാ. അതോടൊപ്പം നമ്മളെ ചോറ് ആ സമയം കൊണ്ട് വെന്ത് വന്നിട്ട് വേഗം തന്നെ ചോറും വാർത്ത് വെച്ചതിന് ശേഷം അതേ അടുപ്പിൽ തന്നെ നമ്മളെ മീൻ പൊരിക്കാൻ വേണ്ടിട്ട് ഇട്ടു. ആ സമയം കൊണ്ട് നമ്മളെ കൊയക്കക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാങ്ങി വെക്കാൻ പോയി. അങ്ങനെ നമ്മളെ മീൻകറിയിലെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് കറി വറ്റി വരുന്ന സമയത്ത് കറിയൊക്കെ വാങ്ങി വെച്ചിട്ടാ. അങ്ങനെ ഈ കറിയൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് നല്ല പാങ്ങിൽ ചോറ് കഴിച്ചു കേട്ടാ.